ബഹുമാനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ചാലക്കുളം പി ശ്രീകുമാർ, ബഹുമാനായ എക്സ്-എം-എൽ-എ ശ്രീ എടപ്പാടി നാരായണൻ, ബഹുമാനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയപ്രകാശ് നാരായണൻ, ബഹുമാനായ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ മധുലാൽ, ബഹുമാനായ ANDC-യുടെ സംസ്ഥാന ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ചാലക്കുളം കുമാർ, ബഹുമാനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഹുസൈൻ, ബഹുമാനിയായ ANDC-യുടെ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ സുധകുമാരി, ഏറെ ബഹുമാനായ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജലജാസിലെ, ബഹുമാനായ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ D. അരുൺകുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ KR ഉമ്മൻകുട്ടൻ, ശ്രീ MP ഭാവന, ഏറെ ബഹുമാനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സുശീൽകുമാർ, ഏറെ ബഹുമാനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ മൂന്നപ്പിള്ള, ശ്രീ അജികുമാർ, ശ്രീ വിനോദ്, തെലുങ്ക് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ, ഏറെ ബഹുമാനായ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ സുരേഷ് ബാബു, ശ്രീ രാമഭദ്രൻ, ശ്രീ ജോയി, ശ്രീ മഞ്ചേരിക്കുട്ടി, ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ വിജയൻ, ശ്രീ സുരേഷ്, ഏറെ ബഹുമാനരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്നത്തെ ദിവസം സംസ്ഥാനത്തെ മുഴുവൻ സപ്ലൈകോയുടെ മുന്നിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു ധർണാ സമരം നടത്തുകയാണ്. ഈ ധർണാ സമരം സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് എല്ലാ ദിവസവും പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. എല്ലാ കാലത്തും വിശേഷങ്ങൾ വരുമ്പോഴെങ്കിലും സപ്ലൈകോയിലൂടെ സബ്സിഡി ഇനത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷ്യ സാധനങ്ങൾ എത്തിക്കുന്ന, പലചരക്കുകൾ എത്തിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ സപ്ലൈകോ, നമുക്കറിയാം, നമ്മൾ ഈ നിൽക്കുന്ന സപ്ലൈകോയിൽ പോലും ഒരാൾ പോലുമില്ല, ജീവനക്കാർ മാത്രമായി അവശേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം സപ്ലൈകോയിലോട്ട് വന്നു ചെന്ന് കഴിഞ്ഞാൽ സാധാരണക്കാരന് ലാഭത്തിന് ഒരു സാധനവും കിട്ടാൻ അവിടെ ഇല്ല. സാധാരണ ഒരു പലചരക്കടയിൽ പോയി സാധനം മേടിക്കുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് സപ്ലൈകോ മാറിയിരിക്കുന്നു. അവിടെ ഒരു സംവിധാനവും ഉണ്ടാക്കുവാൻ ഒരു ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഇത്രയും വില വർധനവ് രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ സാധാരണക്കാരെ സഹായിക്കുവാൻ വേണ്ടിയാണ് സപ്ലൈകോ പോലെയുള്ള ത്രിവേണി പോലെയുള്ള സ്റ്റോറുകൾ കേരള സംസ്ഥാനത്ത് തുടങ്ങിയത്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നോക്കുകുത്തികളായി ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഈ ഗവൺമെന്റിന് ഇതിനൊന്നും സമയമില്ല. കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുള്ള സമയമില്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉല്ലസിച്ച് ആറാടി നടക്കുകയാണ്. കേരളത്തിലെ ഒരു കാര്യത്തിലും, സാധാരണക്കാരുടെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ വളരെ ഉല്ലാസത്തോടും വളരെ ആഹ്ലാദത്തോടും കൂടി ഒരു ബസ് എടുത്തു വെച്ചിട്ട് ആ ബസ്സിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് പ്രകൃതി രമണീയമായ ആ കാഴ്ചകളാണ് കാണുന്ന, അത് ആഘോഷിക്കുന്ന ഒരു തിരക്കിലേക്ക് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും മാറിയിരിക്കുന്നു. ഇവിടുത്തെ ഒരു കാര്യങ്ങളെയും നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. സാധാരണക്കാരന്റെ പെൻഷൻ കൊടുക്കുവാൻ കഴിയുന്നില്ല. സാധാരണക്കാരായ ആളുകളുടെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തി. 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് പറഞ്ഞത് ഇത് സാധാരണക്കാരായ ആളുകളുടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ആ ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ ഒരു മാസം 2600 കോടി രൂപ മതിയെങ്കിൽ ഇന്ന് അതിന്റെ 100 ഇരട്ടി സെസ്സിലൂടെ പിരിച്ചെടുത്തു. എന്നാൽ സാധാരണക്കാരുടെ പെൻഷൻ 4 മാസത്തെ കുടിശ്ശികയായി മാറിയിരിക്കുന്നു. ഈ പിരിച്ചെടുത്ത തുക എവിടെയെന്നറിയില്ല. ഇതെല്ലാം ഈ ഗവൺമെന്റ് ദൂർത്തടിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ദൂർത്തിന് വേണ്ടി മാത്രമായി ഈ പണം ചെലവഴിക്കുന്നു. കരാറുകാർക്ക് പൈസ കൊടുക്കാനില്ല. ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി ഉള്ള പൈസകൾ ഒന്ന് അവരുടെ ദൂർത്തിന് വേണ്ടി അടയ്ക്കാൻ പറയുന്നു. 2, ഈ പൈസകളൊക്കെ ഇപ്പൊ തിരിച്ച് ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ പറയുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ വികസനം ഏറ്റവും ഗ്രാമീണ തലത്തിൽ, പ്രാദേശിക സർക്കാരുകളായി ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയിട്ട് ആ പ്രാദേശിക സർക്കാരുകൾ വികസനം നടത്തുന്നതിന് വേണ്ടി ഉള്ള തുകയാണ് തിരിച്ച് ഗവൺമെന്റിലേക്ക് അടയ്ക്കുവാൻ പറഞ്ഞുകൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നത്. ഒരു മേഖലയിലും ഈ ഗവൺമെന്റിന് നേട്ടങ്ങളില്ല. ഒരു ഭാഗത്തും ഒരു നേട്ടവുമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ബസ് കാണുന്നുണ്ട്.
ബസ്സിന് വേണ്ടി, ബസ് കയറുന്നതിന് വേണ്ടി ഈ സമ്മേളനം നടക്കുന്ന സ്കൂളുകളുടെ മതിലുകൾ ഇടിച്ചു കൊടുത്ത് നശിപ്പിക്കുന്നു. നമ്മുടെ നാട്ടില് ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു സ്കൂളിലേക്ക് കയറുവാൻ കഴിയാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണെങ്കിൽ ഇവർക്ക് രാജിവെച്ചിട്ട് പോയിക്കൂടെ? ഇവർക്ക് നടന്നൊരു സ്കൂളിലേക്ക് കയറാൻ കഴിയുന്നില്ല എങ്കിൽ, അവർക്ക് നടന്ന് കയറാൻ കഴിയത്തില്ലെങ്കിൽ ഇവർ ഈ പരിപാടി അവസാനിപ്പിച്ചിട്ട് പോകണം. ഇപ്പോൾ ബസ്സിൽ നിന്ന് നമുക്കറിയാം, നമ്മളൊക്കെ എത്ര പ്രായം ചെന്ന ആളുകളും എത്ര ആവശ്യത അനുഭവിക്കുന്ന ആളുകളും ബസ്സിൽ പടിയിലൂടെ ചവിട്ടിയാണ് അകത്ത് കയറുന്നത്. പിണറായി വിജയൻ അതും പറ്റില്ല, അവിടെയും ലിസ്റ്റ് വെച്ചേക്കോ, ഹൈക്കോടതി ലിസ്റ്റ്. ഒരു ബസ്സിന്റെ പടിയിലേക്ക് കയറുവാൻ കഴിയാത്ത മുഖ്യമന്ത്രി ഇത്രയും ആഡംബരങ്ങളുമായി പോയിട്ട് അതിനെ വിമർശിക്കുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ അവരെ തല്ലി ഒതുക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ ഭരണം എത്തി നിൽക്കുന്നു. ഇതിനെതിരെയാണ് ഇന്ന് വളരെ ശക്തമായി മുഴുവൻ സപ്ലൈകോയുടെ മുമ്പിൽ ഈ നാശത്തിനെതിരെ, ഈ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ ഉള്ള പ്രതിഷേധ പരിപാടിയാണ് ഇന്ന് എല്ലാ സപ്ലൈകോയുടെ മുമ്പിലും, കേരളത്തിലെ മുഴുവൻ സപ്ലൈകോയുടെ മുമ്പിലും കോൺഗ്രസ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റുകളും എല്ലാ നഗര കോൺഗ്രസ് കമ്മിറ്റികളും സൂപ്പർ മാർക്കറ്റുകളും പ്രതിഷേധ സഭയാണുള്ളത്. അവശ്യ സാധനങ്ങൾ സാധാരണക്കാരൻ്റെ അക്കാണിയായ ഈ ഔട്ട്ലെറ്റിലൂടെ സാധാരണക്കാരൻ്റെ യാതൊരുമായ ആനുകൂല്യങ്ങളും സാധനങ്ങളും ഈ സർക്കാർ വെള്ളം കൊടുക്കുന്നില്ല എന്ന കാരണം കാണിച്ചുകൊണ്ടാണ് KPCC ഈ പ്രതിഷേധ സമിതിനെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കേരള സംസ്ഥാനത്തുടനീളം സാധാരണ ജനങ്ങൾ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ ഇന്നലെ വരെ അനുഭവിച്ചിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ഈ കരുണാകരന്റെ കാലഘട്ടം മുതൽ ഉമ്മൻചാണ്ടി കാലഘട്ടം വരെ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് പലവ്യഞ്ജനങ്ങൾ, അരിയും മുളകും മറ്റ് നിത്യോപയോഗ സാധനങ്ങളെല്ലാം കുറഞ്ഞ നിരക്കിൽ കിട്ടിയിരുന്നത് ഇന്ന് കേരളത്തിലുടനീളം മാവേലി സ്റ്റോറുകളും DD സ്റ്റോറുകളും മാവേലി സ്റ്റോറിന്റെ ഔട്ട്ലെറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റ് ഇതെല്ലാം ഈ സംസ്ഥാനത്തെ മൊത്തവും നാശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി സാധാരണക്കാരന്റെ ആശ്രയമായിരുന്ന സൂപ്പർ മാർക്കറ്റുകൾ, നെടുവത്തൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും അവരുടെ ആശ്രയമായിരുന്ന നമ്മൾ ഇരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ അവിടെ യോഗം തുടങ്ങുന്നതിന് മുന്നെയാണ് കയറി എല്ലാം അന്വേഷിച്ചത്. 1 കിലോ അരിക്ക് 43 രൂപ, 1 കിലോ അരി 43 രൂപ. എഴുകോണില് പഞ്ചായത്ത് ഒരു അഭിപ്രായത്തിട്ടുണ്ട് പ്രസാദം, അതിന് അരി 40 രൂപയ്ക്ക് വരുന്നത്. അവിടെ ഇത് 40 രൂപയ്ക്ക് വരും. സർക്കാർ വിൽക്കുന്ന 43 രൂപ. അങ്ങനെ ഇതൊരു എന്താ ചെയ്യുന്നത്? വർഷങ്ങളായി സാധാരണ ജനങ്ങള് അവരുടെ അത്താണിയായിരുന്ന, അവരുടെ ആശ്രയമായിരുന്ന, അവരുടെ ആശാകേന്ദ്രമായിരുന്ന സിവിൽ സപ്ലൈസ്, മാവേലി സ്റ്റോറുകൾ എല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോയി ഇപ്പോൾ ഇവിടെ കുറച്ച് ഏതോ ഒരു ഏജൻസിയുടെ ഒരു എക്സിക്യൂട്ടീവ് വന്ന് അവരെ കുറച്ച് പാക്കേജുകൾ ഡെമോ ചെയ്യുകയാണ്. കമ്പനിയുടെ റെപ്രസെന്റേറ്റീവാണ് അവർ കുറച്ച് കവറുകൾ കൊണ്ടുവന്ന് ഡെമോ ചെയ്യുകയാണ്. അവർ ഷോക്കേസിലെല്ലാം കവർ സാധാരണക്കാർക്ക് വേണ്ടിയല്ല, സാധാരണക്കാരന് ആവശ്യമുള്ള സബ്സിഡി റേറ്റിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന നല്ല സൂപ്പർ ഫൈൻ അരി 25 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന അരി അതില്ല. അതിനേക്കാൾ മോശപ്പെട്ട അരി ഞാൻ ആ അരിവായി മണന്നു 43 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. വെളിച്ചെണ്ണ 128 രൂപയ്ക്ക് സബ്സിഡി നൽകി വെളിച്ചെണ്ണ 141 രൂപ, 141 രൂപ. അങ്ങനെ എല്ലാ സാധനങ്ങളും സബ്സിഡി നൽകി കൊടുത്തിരുന്ന അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്ന ആളാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകരാണ്. പഞ്ചായത്ത് മെമ്പർമാരായി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ഈ സമൂഹത്തിലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വീകാര്യതയുള്ള വ്യക്തിത്വമാണ് ഇവിടെ യോണച്ചായ ഉൾപ്പെടെ, അരി ഉൾപ്പെടെ എല്ലാവരും. മോഹൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ആളാണ്, പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒട്ടുമിക്ക ആളുകളും പൊതുജനങ്ങളുടെ സ്വീകാര്യതയുള്ള അവരെ അംഗീകാരം മേടിച്ച് പൊതുസമൂഹത്തിന്
ബഹുമാനമില്ല നിങ്ങൾക്ക്. നമ്മൾ എന്താ പറയുന്നത് ഇതിന്? ഇത് ഇവിടെ ഇത്തരം പട്ടിണി കിടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത് അവരങ്ങ് അറമാദിക്കുകയാണ്. മുതലാളിത്ത ഭാഷ പറഞ്ഞാൽ അറമാദിക്കുക. അവർക്ക് ഒരു പ്രശ്നമില്ല. ഒരു ദിവസം രാവിലെ പ്രാതൽ നിർബന്ധമായും പൗരപ്രമുഖന്മാരെ പറഞ്ഞാൽ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തിനുള്ളവർ ഏറ്റവും വലിയ പണക്കാരെ വിളിച്ചു ചേർത്ത് അവർക്ക് അഞ്ചിപ്പരിക്കും ഇസ്രായേൽ രാത്രി ഗ്ലൂക്കോസി പോലെ ഗ്ലൂക്കോസി കോൺഗ്രസ് ഉൾപ്പെടെ അതെല്ലാം അവരുടെ മെഡിക്കൽ പറയുന്നതല്ല. ഞാൻ ചുമ്മാ പറയല്ല. എല്ലാ ദിവസവും അഞ്ചിപ്പരിക്കും തന്നെ കശുവണ്ടി തന്നെ പല ടേസ്റ്റുള്ളത്. ഇതെല്ലാം വില കൂടിയ കാര്യങ്ങൾ, ഏറ്റവും ലോകത്തെ ഏറ്റവും വില കൂടിയ ഈത്തപ്പഴം, ഇതെല്ലാം കഴിച്ച ഒരു 10-100 ആളുകൾക്ക് രാവിലെ പ്രാതൽ. ഒരു ദിവസം ഇവിടെ ചെലവ് 85 ലക്ഷം രൂപ എല്ലാം കണക്കുണ്ട്. ഞാൻ വെറുതെ ഒന്നും കണക്ക് പറയല്ല. ഞാൻ ഈ മാനേജ്മെന്റ് കയറി കാര്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ കാര്യങ്ങൾ സത്യസന്ധമായി മാധ്യമങ്ങളെല്ലാം പരസ്യപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ സാധാരണ ജനങ്ങൾക്കറിയാം. അത് 27 കോടി രൂപ ചെലവഴിച്ചു കേരളത്തിന്റെ ഒരു വലിയ വേല നടത്തിയാക്കും. അതിനുശേഷം ഈ 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടെ 41 കള്ളന്മാരും ആര്യവാദം പോലെ കൊള്ളക്കാരനും പിണറായിന്റെ നഗരം പറയാൻ ഒരു മടിയില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ വകുപ്പിനെ മുച്ചൂടും തകർത്തു എന്ന് മാത്രമല്ല, കാലാകാലങ്ങളായി 13 സാധനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സബ്സിഡി, ആ സബ്സിഡി വർദ്ധിപ്പിക്കുവാൻ, ആ സബ്സിഡി ഇല്ലാതാക്കുവാൻ, അതിന്റെ വില വർദ്ധിപ്പിക്കുവാൻ അവസാനമായി തീരുമാനമെടുത്തു എന്ന് മാത്രമല്ല, കേരളത്തിലെ ആഘോഷങ്ങൾ, ഓണം ഉൾപ്പെടെയുള്ള, ക്രിസ്മസ് അടക്കം ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷ പരിപാടികളിലും നമുക്കറിയാം സപ്ലൈകോ വഴി ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾ എന്ന് പറയാൻ നമുക്കറിയാമല്ലോ, BPL ബാധിതരായിട്ടുള്ള സാധാരണക്കാർക്ക് കൊടുക്കുന്ന സബ്സിഡി സാധനങ്ങൾ, ആ സബ്സിഡികൾ കൊടുത്തത് കോടാനുകോടി രൂപയാണ്. കാനൻ രാജേന്ദ്രന്റെ മകനടക്കം അദ്ദേഹമാണല്ലോ ഇതിന്റെ ഫുൾ ഓവർസൈൽ ഡീലർ. നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടു പോയ ശ്രീ കാനൻ രാജേന്ദ്രന്റെ മകൻ, അദ്ദേഹമായിരുന്നു കേരളത്തിലെ മുഴുവൻ ഹോൾസെയിൽ ഡീലർ. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു പഞ്ചായത്തിൽ മാത്രമല്ല മാവേലിസ്റ്റാർ, വാർഡുകളിൽ സപ്ലൈകോ ഷോപ്പുകൾ തുടങ്ങിയില്ലേ, സാധനത്തിനും നന്മ സ്റ്റോറുകൾ. എനിക്കുണ്ടായിരുന്നു, എന്റെ വാർഡിലുണ്ടായിരുന്നു 2 ജീവനക്കാർ. ഒരു കട കൊടുത്താൽ ആവശ്യമനുസരിച്ച് സാധനങ്ങൾ, നമ്മൾ കരിക്കോട് പോയിരുന്ന ആവശ്യമനുസരിച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് ആവശ്യം പോലെ കൊടുക്കുകയാണ് നാട്ടിൽ. ആളുകൾ ചാക്ക് കണക്കിനാണ് അരിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ ഇന്നാണ് ചോദിച്ചു, ഇപ്പൊ അരി വല്ലതും കിട്ടാറുണ്ടോ കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോ? അവിടെ നമ്മുടെ നന്മ സ്റ്റോറുകൾ മാത്രമല്ല, ഈ മാവേലി സ്റ്റോറുകൾ പോലും സാധനങ്ങളില്ലാത്ത ഈ പാവപ്പെട്ട ആളുകളെ ദ്രോഹിക്കുന്ന സമീപനമല്ലേ ഇത്? സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമല്ലേ ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന കരുത്തനായ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി? അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ അഭിമാനിക്കും, ഞങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ ഓർക്കും. കാരണം ഈ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും പ്രവർത്തിച്ച ഒരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നത്. അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഇരുന്നപ്പോൾ കോടിക്കണക്കിന് സാധനങ്ങൾ സപ്ലൈകോ വഴി കൊടുത്തു. അത് അഭിമാനത്തോടുകൂടി പറയുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കഴിയും. ഇപ്പോൾ എന്താണ് അവസ്ഥ? ആ സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അങ്ങനെ KSRTC മാത്രമല്ല, കേരളത്തിലെ ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ഡെയിലി വേഗസിന് പണി ചെയ്യുന്ന ആളുകൾക്ക് പോലും ശമ്പളം കൊടുക്കാത്ത അവസ്ഥ ഇന്ന് കേരളത്തിലെ പൗരപ്രമുഖന്മാരുടെ മന്ത്രിസഭ. ഈ മന്ത്രിസഭ തൊഴിലാളികളുടെ അല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ല. ഈ കേരളത്തിലെ പൗരപ്രമുഖന്മാർ കൊട്ടാരക്കരയിൽ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കോ, ഹൈലാൻഡ് ബാർ ഹോട്ടലിലാണ് മന്ത്രിമാരും 20 കള്ളന്മാരും, അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോരന്മാരായ
ഇന്നലെ കണ്ടു നമ്മൾ കോട്ടയത്ത് ഒരു MD നിർത്തിക്കൊണ്ട് ആ MD ആ നാട്ടിലെ വികസനത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ സ്റ്റേഡിയം നന്നാക്കണം, ഇവിടെ റബ്ബർ കർഷകർക്ക് വില കൂട്ടണം എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ അസ്വസ്ഥനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിർത്താൻ പറഞ്ഞു. ആ പ്രസംഗം നിർത്തിച്ചു. അവിടെയാണ് എന്തിനാണ് ഈ നവകേരള സദസ്? അവിടെ വെച്ചാണ് അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാം വിചാരിച്ചത് പരാതി കൊടുക്കുന്നവർക്കുള്ള പരിഹരിക്കാനാണെന്ന്. പുള്ളി വെട്ടി തുറന്നു പറഞ്ഞു, ഇത് പരാതി കൊടുക്കുന്ന സദസ്സല്ല. ഈ സദസ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ അധിക്ഷേപിക്കാൻ, കേന്ദ്രത്തിലെ ഗവൺമെന്റിനെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രമുള്ള സദസ്സാണ്. കേരളത്തിൽ കോടാനുകോടി രൂപ ചിലവായിട്ട് വലിയ വലിയ പന്തലുകൾ നിയോജക മണ്ഡലങ്ങളിൽ എത്ര കോടി രൂപയുടെ ചിലവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ചെലവിൽ പാർട്ടി പരിപാടി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കൊള്ളക്കാരുടെ കൊള്ള ഭരണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ഔട്ട്ലെറ്റുകളും നടത്തുന്നത്. ഇത് നടത്തുവാൻ തയ്യാറായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെയും ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ദുർഭരണത്തിനെതിരെ പാവപ്പെട്ട സാധാരണക്കാർ കൈക്കറ്റുന്ന അന്നം മുട്ടിച്ച സപ്ലൈകോ വഴി സബ്സിഡി കൊടുത്തുകൊണ്ട് അന്നം മുട്ടിച്ച ഈ കള്ളന്മാരുടെ ദുർഭരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സമരത്തിന് വന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇവിടുത്തെ MLA കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ. ആ ബാലഗോപാലിന്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തി. എന്തിനാണെന്ന് അറിയാമോ? 1,60,000 രൂപ ശമ്പളം വാങ്ങുന്ന ബാലഗോപാലിന്റെ ഭാര്യ അവരുടെ കുടിശ്ശിക DA കിട്ടണമെന്നും പറഞ്ഞാണ്, അവർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചത് കിട്ടണമെന്നും പറഞ്ഞാണ് തിരുവനന്തപുരത്ത് സമരം നടത്തിയത്. സ്വന്തം ഭർത്താവിനെതിരെ ഈ ഗവൺമെന്റിനെതിരെ സമരം നടത്തിയ ബാലഗോപാലിന്റെ ഭാര്യ 1,60,000 രൂപ ശമ്പളം വാങ്ങുന്ന അവർ സമരം നടത്തിയെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് സാധാരണക്കാരുടെ കൊടുക്കേണ്ടുന്ന അവർക്ക് കൂടെ സാധനങ്ങൾ കിട്ടാതായപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്ത പൊതുപ്രവർത്തകരായ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചിലവഴിച്ച ഈ പ്രദേശങ്ങളിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്ന അഭിമാനമുള്ള പഞ്ചായത്ത് മെമ്പർമാരായ പൊതുപ്രവർത്തകരായ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പെൻഷൻ കൊടുക്കുന്നതുമില്ല, നമ്മുടെ സപ്ലൈകോ വഴി സബ്സിഡി സാധനങ്ങൾ പോലും പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാർ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. മറ്റുള്ളവരൊക്കെ തന്നെ നമുക്കറിയാം, വളരെ ആഡംബരപരമായിട്ട് വളരെ ഉല്ലാസയാത്രയോടുകൂടി ഒരു വണ്ടിയിൽ നടന്ന് എന്താ ചെയ്യുന്നത്, എന്താണ് ഈ നവകേരള സദസ്സിന്റെ ഉദ്ദേശം എന്ന് പോലും സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ വളരെ ഉല്ലസിച്ച് വളരെ ആഹ്ലാദപരമായി തോന്നുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോലും മനസ്സുകൊണ്ട് വേർതിരിക്കുന്ന ഒരു യാത്രയാണിത്. പലപ്പോഴും പല നേതാക്കന്മാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച്. അപ്പോൾ എന്തുകൊണ്ട് ഈ യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് പോലും അറിയാതെ പാവപ്പെട്ട ആളുകളെ കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ യാത്ര എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നും കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ എൻ്റെ കർത്തവ്യം ഇതിൻ്റെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വ്യക്തത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും മണ്ഡലം